ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമാണ് എല്ലാവർക്കും. ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്ന് ഞാനുള്ളത് പോർട്ട് ലൂയിസിലാണ്. മൗറീഷ്യസിന്റെ തലസ്ഥാനമായിട്ടുള്ള പോർട്ട് ലൂയിസിൽ വെച്ചിട്ട് ഇന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. ചൈനീസ് ബോട്ട് റേസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ചൈനീസുകാരുടെ ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഭയങ്കര സൗണ്ടിൽ പാട്ട് വെച്ചിരിക്കുകയാണ്. പോരാത്തതിന് ഇവിടെ മദേഴ്സ് ഡേയും കൂടിയാണ്. അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പരിപാടികളും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറീസിൻ്റെ ഒരു പുതിയ അടിപൊളി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഏകദേശം 9:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഭക്ഷണമൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഏട്ടനും മോളും വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇന്നാണെങ്കിൽ ഭയങ്കര ക്ലൈമറ്റ് മൂടിയായിട്ടിരിക്കുന്നുണ്ട്. മഴ പെയ്യുമെന്ന് സംശയമുണ്ട്. എന്തായാലും ഞാൻ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ടിക്കറ്റ് എടുത്ത് ഇനി നമുക്ക് ട്രെയിനിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടർബോൺ സെൻറ്ററിലാണ്. അവിടെ നിന്ന് ബെൽറോസ്, റോസിൽ വാന്തേമേഷ്, ബൊബാസിൽ, ബാർക്ലി, കൊറോമണ്ടൽ, സാൻ ലൂയി, പോർട്ട് ലൂയിസ്. എൻ്റെ വീഡിയോസ് മുന്നേ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ പോർട്ട് ലൂയിസും ഈ മെട്രോ സ്റ്റേഷനൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അതാ ട്രെയിൻ വന്നു. ഞാൻ നേരെ ട്രെയിനിൽ കയറി ഒരു 3/4 മണിക്കൂറിനുള്ളിൽ ഞാൻ പോർട്ട് ലൂയിസിലെത്തിയിട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 10:30 ആയിട്ടുണ്ട്. ഇവിടെയുള്ള പല കുടകളുടെ കളറ് ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കുടേൻ്റെ കളർ എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ ഫുഡ് കോർട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വന്നത് ഇത്തിരി നേരത്തെ ആയിപ്പോയി എന്നൊരു സംശയമുണ്ട്. ഇവിടെ ആരുമില്ല. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞാൻ ചുമ്മാ ഒന്നുകൂടെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. അപ്പോഴാണ് അവിടെ അവർ ചൈനീസിൻ്റെ കുറേ സ്നാക്സുകൾ വെച്ചിട്ടുള്ള കണ്ടിട്ടുള്ളത്. ഇതിൽ പല സ്നാക്സുകളും ഞാൻ കഴിച്ചിട്ടുമുണ്ട്, ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഉണ്ടാക്കുക, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. Rice dumplings. So okay, this is rice dumpling. Yeah. Okay. So this is a traditional cake that we eat for the Dragon Boat Festival. Okay. Yeah. No, this one, if you eat as it is plain. Okay. You have to take with it. Yeah. Sugar. And sugar with peanut, fresh sugar with peanut. Okay, then take one. Yeah. Only one. Only one. Just I want to taste the flavor of Chinese. And this one? The red beef is Red. still vegetarian. Still veg. Okay, take one of this. And also this one. Maybe also. And one chicken pao. Oh, this one is chicken. Chicken, I know that. Yeah. I ate. I ate before the Tribeca. Yeah. I had it from the Tribeca. There's a pao. It's so. That's it. Yes, I know. Sometimes you never know if someone is vegetarian. Yeah, exactly. Yeah. So, outside, this one. This one, this one, no? What? 100 rupees. Okay. ഞാൻ അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. കണ്ടപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ചൈനീസ് ഫുഡ് ഐറ്റംസ് നമ്മളിവിടെ ചൈനീസിന് എന്തെങ്കിലും അതുകൂടെ നമ്മൾ ട്രൈ ചെയ്യണല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് ഇത് സാധാരണ സ്പോഞ്ച് കേക്ക് തന്നെയാണ്, പക്ഷേ ഉള്ളിൽ കുറേ ലെമണിൻ്റെ പീസസ് ഇരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. കറക്റ്റ് കഴിച്ചപ്പോൾ നമുക്ക് ആ ലെമണിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന സ്നാക്കാണ് ഹോപ്പിയ എന്ന് പറയുന്ന ഈ ഒരു സ്നാക്ക് കേട്ടോ. എൻ്റെ ഫിലിപ്പീൻ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൻ്റെ ഫ്ലേവറും പേരും എല്ലാം അറിയായിരുന്നു. അടുത്തതായി ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് സിസം ബോൾസ് പോലത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് ബുച്ചി എന്നാണ്. ഇനി ഇതെന്ന് പറയുന്നത് ചിക്കൻ പാവോ ആണ് കേട്ടോ. പാവോ എന്ന് പറഞ്ഞാൽ ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഇത് ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തത് ഈ ചിക്കൻ ഡംപ്ലിംഗ് ആണ് കേട്ടോ. അത് പിന്നെ വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും ചൈനീസ് ഫെസ്റ്റിവലിൻ്റെ മെയിൻ അട്രാക്ഷനായ ലയൺ ഡ്രാഗൺ ഡാൻസിൻ്റെ ആളുകളൊക്കെ പുറത്തേക്ക് വന്നു കേട്ടോ.
അപ്പോൾ ഈ ഒരു പെർഫോമൻസ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ ആ ഒരു വള്ളംകളി, ഞാൻ അത് കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നാളത്തെ വ്ളോഗിൽ കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ യാത്രയും ചൈനീസ് സ്നാക്സ് ഐറ്റംസും അതുപോലെയുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.